നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സുജിത്തിന് നീതി ലഭിക്കുമോ? ഭ്രാന്തൻ നായ്ക്കളെ പോലെ അലമുറയിട്ട നിയമപാലകർ ഇങ്ങനെയാകാമോ? ഒരു കവർച്ച സംഘത്തെ പോലെ, ഒരു കൊടും കുറ്റവാളിയെ പോലെ, അതുമല്ലെങ്കിൽ മോഷ്ടാക്കളെ പോലെ ഇവർ കാക്കി അണിഞ്ഞു നടത്തുന്ന നരനായാട്ട്, അതാണ് ഇന്ന് കേരളം ഭീതിയോടെ നോക്കിക്കാണുന്നത്. കാക്കി അണിഞ്ഞ് ഒരു ബൂർഷ്വാസിയെ പോലെ നിർധന യുവാക്കളെ സ്റ്റേഷനിലും നിരത്തുകളിലും നീതിയുടെ പേരിൽ ചവിട്ടി അരയ്ക്കുകയാണ് ഈ നിയമപാലകർ. ഒരു കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്താൽ ജാതിയോ മതമോ സ്ഥാനമാനങ്ങളോ നോക്കാതെ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്നതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത്. ഭരണഘടന ആർട്ടിക്കിൾ 21 പ്രകാരം ആർക്കും ഒരു വ്യക്തിയുടെ ജീവനെടുക്കാൻ അധികാരമില്ല. മാത്രമല്ല, വ്യക്തി സ്വാതന്ത്ര്യം നിഷേധിക്കാനും കഴിയില്ല. എന്നാൽ ഇവിടെ ഒരു കൂട്ടം നിയമപാലകർ തന്നെ നിയമം കയ്യിലെടുക്കുന്ന കാഴ്ചയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ VS സുജിത്തിനെ സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചതിന്റെ CCTV ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നതും പോലീസിന്റെ ക്രൂരത തന്നെയാണ്. മർദ്ദകരായ പോലീസുകാർക്ക് ശിക്ഷയായി ലഭിച്ചതാകട്ടെ സ്ഥലം മാറ്റം മാത്രം. കേരളത്തിൽ സമീപകാലങ്ങളിലായി നിരവധി കസ്റ്റഡി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2016-നും 2024-നും ഇടയിൽ മാത്രം 16ഓളം കസ്റ്റഡി മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2005-ൽ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മരിച്ച ഉദയകുമാർ, 2018-ൽ വരാപ്പുഴ കസ്റ്റഡിയിലിരിക്കെ മരിച്ച ശ്രീജിത്ത്, ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിയായ രാജ്കുമാർ, താനൂർ കസ്റ്റഡി മരണത്തിൽ താമീർ ജിഫ്രി എന്ന യുവാവ് മരിച്ച സംഭവം, ഈ കേസുകളെല്ലാം സൂചിപ്പിക്കുന്നത് പോലീസ് സേനയുടെ ക്രൂരമായ നടപടികളുടെയും നിയമ നടപടികളുടെയും പരാജയത്തെക്കുറിച്ചാണ്. പോലീസ് എന്ന ക്രൈം പോയിസണിന്റെ പരാക്രമങ്ങളാണ് ഇവയെന്ന് ലജ്ജയോടെ പറയേണ്ടി വരുന്നു.